എൻ്റെ പേര് സിറിൽ. ഞാൻ SAP കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. SAP MM കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ SAP എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ SAP എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ERP സോഫ്റ്റ്വെയർ ആണ്. ഇന്നുള്ള ലോകത്തുള്ള മിക്ക കമ്പനികളിലും, എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും SAP എന്ന് പറയുന്ന ഒരു ERP സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ലോകത്ത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 500 ഫോർച്യൂൺ കമ്പനികളിൽ ഒരു 80 to 90% കമ്പനികളിലും SAP സോഫ്റ്റ്വെയർ ആണ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത്രത്തോളം വലുതാണ്. കാരണം ഇൻ്റർനാഷണൽ ലെവലിലുള്ള എല്ലാ കമ്പനികളും, പെപ്സി, കൊക്കക്കോള, അതുപോലെ തന്നെ ടയോട്ട, ബോഷ്, അതുപോലെ തന്നെ കേരളത്തിലെ കമ്പനികളായിട്ടുള്ള VKC, മനോരമ, ലുലു, കിറ്റെക്സ്, ബിസ്മി, ഈസ്റ്റേൺ, ഡബിൾ ഹോഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കമ്പനികളിലും ഈ ഒരു SAP സോഫ്റ്റ്വെയർ ആണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന, അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ പോർഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പർച്ചേസിങ്, വെയർ ഹൗസിങ്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എന്നീ മേഖലകളിലാണ് SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇന്ന് ഏതൊരു കമ്പനി എടുത്തു കഴിഞ്ഞാലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. ഒരു സോഫ്റ്റ്വെയർ ഇല്ലാതെ ഒരു കമ്പനിക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. മിക്ക കമ്പനികളിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ സപ്പോർട്ട് വളരെ അത്യന്താപേക്ഷിതമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിക്ക മാനുഫാക്ചറിങ് കമ്പനികളിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ VKC ആയാലും, ഡബിൾ ഹോഴ്സ് ആയാലും, ഈസ്റ്റേൺ ആയാലും, മിക്ക കമ്പനികളുടെയും പർച്ചേസ്, വെയർഹൗസ്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എന്നീ മേഖലകളിൽ ഈ ഒരു SAP ERP ആണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ അവർക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ആണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. കാരണം അവർക്കൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയാണ് വെയർ ഹൗസിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മേഖലകളിൽ, വിൽപ്പനയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ SAP സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ലീഷോർ അക്കാദമിയിലെ SAP ട്രെയിനിങ്ങിലൂടെ പ്രധാനമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ലൈവ് സിസ്റ്റത്തോടു കൂടി. SAP ലൈവ് സിസ്റ്റം മീൻസ് ഒരു കമ്പനിയിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ ഇവിടുത്തെ കുട്ടികൾക്ക് SAP സിസ്റ്റം ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും S/4HANA വെർഷനിലാണ് നമ്മൾ പ്രധാനമായിട്ട് കുട്ടികൾക്ക് SAPയുടെ ട്രെയിനിങ് പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക മാനുഫാക്ചറിങ് കമ്പനികളിലും SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ SAPയുടെ ഇമ്പോർട്ടൻസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊറോണയ്ക്ക് കഴിഞ്ഞതിന് ശേഷം മിക്ക കമ്പനികളും SAP എന്ന് പറയുന്ന ഒരു ERP സോഫ്റ്റ്വെയറിലേക്കാണ് പ്രധാനമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ലോജിസ്റ്റിക്സിനോടൊപ്പം SAP പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് മാനുഫാക്ചറിങ് കമ്പനികൾ, വെയർ ഹൗസുകൾ, തേർഡ് പാർട്ടി ലോജിസ്റ്റിക് കമ്പനികൾ, അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ഈ ഒരു ലോജിസ്റ്റിക്സിൻ്റെ ഒപ്പമുള്ള ട്രെയിനിങ്ങിനോട് കൂടി അവർക്ക് അവിടെ ജോലി വളരെ ഈസി ആയിട്ട് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് SAP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനു വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു ട്രെയിനിങ്, ഒരു ഷോർട്ട് ടൈം ട്രെയിനിങ് നമ്മൾ പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ ഒരു ട്രെയിനിങ്ങോട് കൂടി തന്നെ അവർക്ക് കമ്പനികളിൽ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ അവർക്ക് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണം, മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് മേഖലകളിൽ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വെയർ ഹൗസിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത് സാധിക്കും. അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് നമ്മളിവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഫിനാൻസ് ആൻഡ് കൺട്രോളിങ് ആ മോഡ്യൂളിൽ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ എല്ലാ മോഡ്യൂൾസും കവർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ SAP ട്രെയിനിങ്ങിൻ്റെ കരിക്കുലം അല്ലെങ്കിൽ സിലബസ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.